അപ്പോൾ നമ്മുടെ സ്കോർപിയോയുടെ റീടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി പാസ്സായിട്ടുണ്ട്. ഇനി 2030 വരെ നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി റീടെസ്റ്റ് ആകുമ്പം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ഏജൻറ്റിനെ റെഡിയാക്കുക. നമ്മുടെ വണ്ടിയുടെ RTO ഓഫീസ് എവിടെ വരുന്നത് അവിടെ നിന്ന് ഏജൻറ്റിനെ റെഡിയാക്കുക. പിന്നെ ബാക്കി പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളൂ. പിന്നെ നമ്മൾ വണ്ടി ഒന്ന് നീറ്റാക്കിയാൽ മതി. ഞാൻ അത്ര വലിയ നീറ്റാക്കിയെന്ന് ചോദിച്ചാൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറങ്ങേണ്ട വന്നു. കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എന്തായാലും റീടെസ്റ്റ് പാസ്സായി. സ്കോർപിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സ്കോർപിയോയുടെ ആ ഒരു ടഫ് ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി സ്കോർപിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. എന്നോട് കുറേ പേര് പറയുന്ന കാര്യം കാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനാണ്. അപ്പോൾ എനിക്കും അത് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല. എന്തായാലും ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ നമ്മുടെ സ്കോർപിയോ സെറ്റായി. അപ്പം അടുത്ത വീഡിയോ കാണാം.